വീട്ടിലെത്തിയവർ കാണുന്നത് കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ജേക്കിനെയാണ്. അവൻ ഇരുവശവും ബോഡിഗാർഡ്സ് നിന്നിരുന്നു. സ്റ്റെയർകേസിൻ്റെ താഴെ ചോര തളം കെട്ടി കിടന്നിരുന്നു. ഒരു ഭ്രാന്തനെപ്പോലെ ജേക്ക് അലറുന്നുണ്ടായിരുന്നു. വീട്ടിൽ നടന്ന സംഭവവികാസങ്ങൾ അറിഞ്ഞതുകൊണ്ട് ജെറിയെ റിജോയുടെ ഒപ്പം നിർത്തിയിട്ടാണ് വീട്ടിലുള്ളവർ എത്തിയത്. ആ വിട്, എന്നെ കെട്ടഴിച്ച് വിട്. ഡാ, ഞാൻ എന്തായി കാണുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? ജിമിൻ, അവൻ പറഞ്ഞതൊക്കെ സത്യാണോ? നീ അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചോ? അതെ, നിങ്ങൾ കേട്ടതെല്ലാം സത്യ. ഞാൻ അവളുടെ അഭിനയം അവസാനിപ്പിക്കാൻ വേണ്ടിയാ അങ്ങനെ ചെയ്തത്. അവള് കള്ളിയാ, അവളെ വിശ്വസിക്കരുത്. ജേക്ക്, നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്തിനാ തേയോട് അങ്ങനെയൊക്കെ ചെയ്തത്? ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ചതിച്ചൊരു പെണ്ണിനെ പറ്റി? അത് വേറെ ആരുമല്ല, തേയ. അവളാ. തേയോ? അതെ, നിങ്ങൾ എല്ലാവരും കേക്കണം. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം അവളാ. അവളെ ഉരുത്തിയ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്. ജേക്ക്, നീ കുടിച്ചിട്ട് വെളിവില്ലാതെ ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് നിന്ന് പുലമ്പുന്നു. ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനൊരെണ്ണം എന്റെ വയറ്റിൽ വന്ന് പിറന്നത്? നീ ചെയ്ത തെറ്റിന് മാപ്പില്ല ജി. ഈ വീട്ടിലെ മരുമകളോടാ നീ ഇത് ചെയ്തത്. ജിമിൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആരും എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? ഞാൻ അവളെ ഈ വീട്ടിൽ നിന്നും മാറ്റാൻ വേണ്ടിയാ ശ്രമിച്ചത്. അവളെ കൊല്ലണമെന്നൊന്നും എന്റെ മനസ്സിലില്ല. പക്ഷെ അവൾ എന്നെ ചതിച്ച് കടന്നു കളഞ്ഞത് എങ്ങനെയാണെന്ന് അവളെ കൊണ്ട് എല്ലാവരോടും പറയിപ്പിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. മതി, നിർത്തിക്കോ. നിന്റെ മദ്യത്തിന്റെ കെട്ടഴിഞ്ഞ് നിന്നോട് ബാക്കി സംസാരിക്കാം. ഗാഡ്സ്, ഇവരെ കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിട്. നിങ്ങൾ പുറത്ത് കാവലുണ്ടായിരിക്കണം. എന്നെ വിടടാ. ഗാർഡ്സ് ജേക്കിനെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. അന്ന തളർന്ന് കൗച്ചിലിരുന്നു, കൂടെ ജോർജും. എന്റെ ദൈവമേ, എന്തൊക്കെയാ ഞാൻ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? പാവാ കൊച്ച്, നമ്മുടെ മോൻ കാരണം എന്തുമാത്രം അത് വേദനിച്ച് കാണും. എന്ത് ചെയ്യാൻ പറ്റും അന്ന? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. മൈക്കിളും റീനയും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടല്ലോ. അവര് വിളിക്കുമ്പോ തേപ്പറ്റി ചോദിക്കാം. അവർ അങ്ങനെ ഇരിക്കുമ്പോൾ ജൂൺ റൂമിലേക്ക് പോയി. ജീനി അവന്റെ പുറകെ പോയി. റൂമിലെത്തിയ ജൂൺ കരഞ്ഞുകൊണ്ട് കട്ടിലിരുന്നു. ഇച്ചായ, ഏയ്, എന്താ ഇത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല ജീനി. ജേക്ക്, അവൻ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ? ഇതൊന്നും അവൻ സ്ഥിരബോധത്തിൽ ചെയ്യുന്നതാവില്ല. മദ്യത്തിന്റെ പുറത്ത് ചെയ്യുന്നതാവും. പോരാത്തതിന് അവന് തേയോട് നല്ല വെറുപ്പുണ്ട്. 10 വർഷത്തെ അവന്റെ മനസ്സിലെ ആളിക്കത്തിയ തീയ ഇന്ന് ഇവിടെ ആളിപ്പടർന്നത്. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ജീനി ജൂണിനോട് ജേക്ക് അവളോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ജേക്കും തേയും ഒരു കോളേജിലാണ് പഠിച്ചത്. ജേക്കിന് തേയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന്റെ ഇഷ്ടം അറിയിച്ചുകൊണ്ട് അവൾക്കൊരു കത്തെഴുതി. അതിന് മറുപടിയായി അവളും അവന് എഴുതി അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അവൾ ആകെ ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചുള്ളൂ. ഒരു കാരണവശാലും കോളേജിൽ വെച്ച് കാണുമ്പോൾ അവളോട് സംസാരിക്കാൻ പാടില്ല. അവളുടെ ഇഷ്ടം മറ്റുള്ളവരോട് അറിയിക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്തു പറ്റി? ജേക്ക് അവളുടെ കണ്ടീഷൻ സ്വീകരിച്ചു. അവരങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചാറ്റിംഗ് തുടങ്ങി. പിന്നെ നമ്പർ ഷെയർ ചെയ്തു, വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് ഒരുപാട് അടുത്തു. എന്നാ ഒരിക്കൽ പോലും നേരിട്ട് കാണാനോ സംസാരിക്കാനോ തേ സമ്മതിച്ചിരുന്നില്ല. എല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. അങ്ങനെ എനിക്ക് ലാസ്റ്റ് സെം എക്സാം അടുത്തിരിക്കുന്ന ടൈമിൽ ജേക്ക് തേയോട് ഒരിക്കലെങ്കിലും അവളെ നേരിൽ കാണണമെന്ന് പറഞ്ഞു. അവൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവസാനം അവളെ സമ്മതിച്ചു. അങ്ങനെ ജേക്കിന്റെ ഫ്രണ്ട്സ് അലന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് തമ്മിൽ കാണാം എന്ന് അവൾ പറഞ്ഞു.
അന്ന് രാത്രി ആ പാർട്ടിയിൽ വെച്ച് രണ്ടുപേരും അത്യാവശ്യം ഇന്റിമേറ്റായി എന്നാ അവൻ പറഞ്ഞത്. അടുത്ത ദിവസം അവൻ നോക്കുമ്പോൾ അടുത്ത് തേയില്ല. അതവന് ശരിക്കും ഹേർട്ടായി. കോളേജിൽ പോയി അവളോട് ചോദിച്ചപ്പോൾ എല്ലാം നിരസിച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു അവന് കിട്ടിയത്. പോരാത്തതിന് അവനെ തല്ലുകയും ചെയ്തു. ഇതെല്ലാം അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പഴയതെല്ലാം ഒരു ദുസ്വപ്നം പോലെ അവനെ അലട്ടാൻ തുടങ്ങി. അതെല്ലാം മറക്കാനാ അവൻ മദ്യപിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കഴിയും തോറും തേയോടുള്ള അവന്റെ വെറുപ്പ് കൂടി വന്നതേ ഉള്ളൂ. അതാ അവൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇതെല്ലാം അവൻ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടി തേയാണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഇല്ല ചായ, അവൻ ഒരിക്കലും ആരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് അവൻ പറയുമ്പോഴാ അത് തേയാണെന്ന് ഞാൻ പോലും അറിയുന്നത്. പക്ഷെ തേയ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള പെൺകുട്ടിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അവൻ പറയുന്നതിൽ എന്തുമാത്രം സത്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നറിയാൻ സാധിക്കുന്നില്ലല്ലോ. ഒരു വഴിയുണ്ട് ചായ. എന്ത് വഴി? പറയാം. ഐസുവിന് മുൻപിൽ കസേരയിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയായിരുന്നു ജിമിൻ. ഇത്ര സമയമായിട്ടും ആരും പുറത്തു വന്നിട്ട് ഒരു അപ്ഡേറ്റും തരാത്തതിൽ അവന് നല്ല പേടിയുണ്ടായിരുന്നു. തേയയ്ക്ക് അരുതാത്ത ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈക്കിളും റീനയും അവിടേക്ക് വരുന്നത്. റീന ഓടി ജിമിൻ്റെ അടുത്തു ചെന്നു. ജിമിനെ, എന്ത് പറ്റിയതാടാ എന്റെ തേയ മോൾക്ക്? മമ്മി, തേയ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ കാണുന്നത് ചോര കുളിച്ചു കിടക്കുന്ന അവളെയാ. അവൻ ആ ജേക്ക് എന്റെ തേയെ. ജിമിൻ കരഞ്ഞുകൊണ്ട് റീനയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാനിവിടെ തീ തിന്നുക. എനിക്ക് പേടിയാവുന്നു ഡാഡി. വിഷമിക്കാതെടാ, തേയ്ക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ സ്നേഹം സത്യമായതുകൊണ്ടാ കൃത്യസമയത്ത് ആ ഫയൽ എടുക്കാൻ നീ വീട്ടിൽ പോയതും അവളെ രക്ഷിക്കാൻ സാധിച്ചതും. പ്രാർത്ഥിക്കടാ, അവളെ ദൈവം നിനക്ക് തിരിച്ചു തരും. അതെ മോനെ, സമാധാനായിരിക്കെ, എല്ലാം ശരിയാവും. അവർ അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഐസുവിൻ്റെ കതക് തുറന്ന് ഡോക്ടറും നഴ്സുമാരും പുറത്തു വന്നത്. അവരെ കണ്ട ഉടനെ ജിമിൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, എന്റെ ഭാര്യ അവർക്ക് പോയി എങ്ങനെയുണ്ട്? മിസ്റ്റർ ജിമിൻ, ദൈവഭാഗ്യം കൊണ്ട് നിങ്ങളുടെ വൈഫിന് സാരമായ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. തല ശക്തമായി വന്നടിച്ചതുകൊണ്ട് കാര്യമായി ഞങ്ങൾക്ക് കുറച്ച് സ്കാനിങ് ഒക്കെ എടുത്തു. ഭാഗ്യത്തിന് തലച്ചോറ് ക്ഷതമൊന്നും ഏറ്റിട്ടില്ല. പിന്നെ ആള് നല്ല രീതിയിൽ പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ BP നല്ലതുപോലെ കൂടി. അതൊന്ന് ലോ ആവാൻ വേണ്ടിയാ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. പിന്നെ വൈഫിന്റെ കൈകളിൽ പിടിച്ചു വലിച്ചതിന്റെ ലക്ഷങ്ങളായി കുറച്ച് മുറിപ്പാടുകൾ ഉണ്ട്. അല്ലാത്ത പക്ഷം ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. പിന്നെ ഞങ്ങൾ 24 hours ഒബ്സർവേഷൻ വെക്കുന്നു. ഇതുവരെ ആൾക്ക് ബോധം വന്നിട്ടില്ല. ആള് കോൺഷ്യസ് ആവുമ്പോൾ അറിയിക്കാം. യു ഡോണ്ട് നീഡ് ടു വറി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ജിമിൻ. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദിസ് ഇസ് എ റേപ്പ് അറ്റംപ്റ്റ്. സാധാരണ ഇങ്ങനെ ഒരു കേസ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞങ്ങൾ പോലീസിന് വിവരം അറിയിക്കാറുണ്ട്. പിന്നെ MJ ഗ്രൂപ്പ്സിന്റെ മരുമകളായതുകൊണ്ട് തന്നെ ഈ വിവരം പുറത്തു പോയാൽ അതൊരു സെൻസേഷൻ ഇഷ്യൂ ആവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് കരുതി. ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല ഡോക്ടർ. ദയവേത് ഈ വിവരം പുറത്തു പറയരുത്. ശരി, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ എതിരായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ ശരി. ഡോക്ടറും മറ്റുള്ളവരും അവിടെ നിന്ന് പോയപ്പോൾ ജിമിൻ ദേഷ്യത്തോടെ മൈക്കിളിനോട് ചോദിച്ചു. എന്തിനാ ഡാഡി നമുക്ക് പരാതിയില്ലെന്ന് പറഞ്ഞത്? അവരെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ. ജിമിൻ, പൊട്ടത്തരം വിളിച്ചു പറയാതെ. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ. ഈ വിവരം പുറത്തറിഞ്ഞാൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കും അറിയാലോ. പിന്നെ എന്തിനാ വെറുതെ? എന്നാലും ഡാഡി,
അവൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നീ ഒന്ന് കൂളാവും മോനെ. ആദ്യം തേയ ഒന്ന് എഴുന്നേക്കട്ടെ. അവക്ക് ബോധം വന്ന ശേഷം നമുക്ക് കാര്യമായി ഇതിനെ പറ്റി സംസാരിക്കാം. ശരി. ജെറി അവനെവിടെ? അവനെ ഞങ്ങള് തൽക്കാലം റിജോന്റെ വീട്ടിലാക്കി. ഈ പ്രശ്നമൊക്കെ ഒന്ന് അടങ്ങട്ടെ, എന്നിട്ട് അവനെ കൊണ്ടുവരാം. അവനൊന്നും ചോദിച്ചില്ലേ? തേയ്ക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലാണെന്നാ പറഞ്ഞത്. അവനും വരണമെന്ന് വാശിയായിരുന്നു. പിന്നെ കുറെ പറഞ്ഞപ്പോഴാ സമ്മതിച്ചേ. നീ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട. വാ, റൂം റെഡി ആയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ മൈക്കിളും റീനയും ജിമിനെ കൂട്ടി റൂമിലേക്ക് പോയി. വീട്ടിൽ രാത്രി തന്നെ മൈക്കിളും റീനയും തിരിച്ചെത്തിയിരുന്നു. ജേനിയും ജൂണും എല്ലാവരോടും ജെയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. ജെയ്ക്ക് പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയാണ് തേയെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കാണുന്നതല്ലേ കഴിഞ്ഞ 5 വർഷമായി അവളെ. ശരിയാ, അബ്രാം ഒരിക്കൽ പോലും തേയ്ക്കൊരു ഇഷ്ടം ഉണ്ടായതായി എന്നോട് പറഞ്ഞിട്ടില്ല. ഇതിലെന്തോ തെറ്റിദ്ധാരണയുണ്ട്. എല്ലാം കേട്ടിട്ട് ആരെ വിശ്വസിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തലയെല്ലാം കൂടി പെരുത്ത് കയറുന്ന പോലെയുണ്ട്. ഇതിപ്പോ കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി? വഴിയുണ്ട് ഡാഡി. ഞാൻ അതിനുള്ളതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. നാളെ രാവിലെ തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടും. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോഡി ഗാർഡ്സിൽ ഒരാൾ അവിടേക്ക് വന്നു. സാർ, ജേക്ക് സാറിന് ബോധം വന്നിട്ടുണ്ട്. കുറെ നേരെ കഥകിൽ തട്ടുന്നു. ശരി, ഞാൻ അങ്ങോട്ട് വരാം, നീ പൊക്കോ. ജൂൺ പറഞ്ഞത് കേട്ട് ഗാർഡ് തിരികെ പോയി. ജീനി, നീ അവനുള്ള ഭക്ഷണം എടുക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ജീനി അടുക്കളയിൽ പോയി ജേക്കിന് വേണ്ടിയുള്ള ഫുഡ് ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നു. ജൂൺ അവളുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി ജേക്കിന്റെ റൂമിന്റെ നേരെ നടന്നു. ഗാർഡ് റൂം ഓപ്പൺ ചെയ്തു കൊടുത്തു. ജൂൺ ഡോർ തുറക്കുമ്പോൾ കട്ടിലിൽ അവശനായി കിടക്കുകയായിരുന്നു ജേക്ക്. ജൂണിനെ കണ്ടപ്പോൾ അവൻ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിന്നെ ഇനി ഈ മുറിയിൽ നിന്നും പുറത്തിറക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. വെള്ളമടിച്ച് ഓരോ പോക്കിരിത്തരം കാണിച്ചിട്ട് നിന്നെന്തായാലും പട്ടിണിക്കിടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഫുഡ് എടുത്ത് കഴിച്ചോണം. നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ദേഷ്യമാണോ? അതെ, അത് നിനക്കറിയാലോ, പിന്നെന്തിനാ ചോദിക്കുന്നേ? തേയ, അവൾക്ക് എങ്ങനെയുണ്ട്? അവളെ പറ്റി നീ എന്തിനാ അന്വേഷിക്കണേ? അവള് ചത്താലും ജീവിച്ചാലും നിനക്കെന്താ? വെറുപ്പല്ലേ നിനക്ക് അവളോട്? ജൂൺ പറയുന്നത് കേട്ട് ജേക്ക് ഇരുന്ന് കരയാൻ തുടങ്ങി. എനിക്കറിയില്ല, അവളോടുള്ള വെറുപ്പ് എന്നെ പതിയെ പതിയെ ഒരു മൃഗാക്കി മാറ്റുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവളെ വീണ്ടും കണ്ടപ്പോ അറിയാതെ എന്റെ ഉള്ളിൽ നിന്നും അവളോടുള്ള ദേഷ്യം പുറത്തു വന്നു. മദ്യത്തിന്റെ ലഹരി പലതും ചെയ്തു പോയി. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇത്രയും പറഞ്ഞ് ജൂൺ റൂമിൽ നിന്നും പുറത്തിറങ്ങി ഡോർ ലോക്ക് ചെയ്തു. ജേക്കിന് കട്ടിലിരുന്ന് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇതിൻ്റെ ഇടയിൽ തേയുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയ ജിമിൻ ബെഞ്ചമിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. തൽക്കാലം ഡാഡിയെയും മമ്മിയെയും ഇത് അറിയിക്കേണ്ട എന്നവൻ പറഞ്ഞു. തൊട്ടടുത്ത ഫ്ലൈറ്റിൽ തന്നെ കൊറിയയിലേക്ക് അവൻ വരാമെന്ന് പറഞ്ഞു. ബെഞ്ചമിൻ കാര്യങ്ങൾ ജെമിയെ വിളിച്ചു പറഞ്ഞു. അവളും ഉടനെ തന്നെ കൊറിയയിലേക്ക് തിരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. രാവിലെ റീനയും മൈക്കിളും ജിമിന് വേണ്ടിയുള്ള ഭക്ഷണവുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. തേയുടെ കണ്ടീഷൻ ഇപ്പോൾ നോർമലാണെന്നും ബോധം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു. ഉച്ചയായപ്പോഴേക്കും ബെഞ്ചമിൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവൻ നേരെ റൂമിലേക്ക് ചെന്നു ജിമിനെ കണ്ടു. ജിമിനെ, നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ജേക്ക് തേയോട് പ്രതികാരം ചെയ്യുന്ന പോലെയുണ്ട്. പക്ഷേ തേയ, അവൾ ഒരിക്കൽ പോലും ജേക്കിനെ പറ്റി വീട്ടിൽ അറിയിച്ചിട്ടില്ല. നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി പറയാതിരുന്നതാണെന്നാ അവൾ എന്നോട് പറഞ്ഞത്. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജൂൺ അവിടേക്ക് വന്നു. ജീനി പറഞ്ഞ കാര്യങ്ങൾ ജൂൺ ബെഞ്ചമിനോടും ജിമിനോടുമായി പറഞ്ഞു. അപ്പോ ശരിക്കും ജേക്കിന് തേയോട് വെറുപ്പ് തോന്നാൻ മാത്രം ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാ
തേയ ഇതിനോട് ഒട്ടും യോജിക്കുന്നില്ല. അതിനർത്ഥം ഇതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. അതെ, എന്തോ മിസ്സിംഗ് ആണ്. സത്യത്തിൽ ജയ്ക്കും തേയും റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് പറയുന്ന ടൈമിൽ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഞാനും ജീനിയും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്ത് പ്ലാൻ? പറയാം. I have been here. You were admitted here by yesterday night. It's better if you take rest. I will come with the doctor. Okay. Thank you. നേഴ്സ് ഉടനെ തന്നെ അവിടെ നിന്നും പോയി. ഒരുപാട് ദിവസങ്ങളൊന്നും ആയില്ല താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് എന്നറിഞ്ഞ തേയ്ക്ക് അതൊരു ആശ്വാസമായിരുന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നു. ഹലോ തേയ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഡോക്ടർ, ചെറിയൊരു തലവേദനയുണ്ട്. അത് കുറച്ച് ദിവസത്തേക്കുണ്ടാവും. തല ശക്തമായി ഇടിച്ചല്ലേ വീണത്, അതിന്റെയാ. തേയ ചെറുതായി കൈയും കാലൊന്ന് അനക്കാമോ? ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തേയ കൈകാലുകൾ അനക്കി. പെർഫെക്റ്റ്. ഇനി എന്റെ വിരൽ ശ്രദ്ധിച്ചേ, എന്നിട്ട് ഞാൻ വിരലാണ്ടെക്കുന്നിടത്തേക്ക് കണ്ണ് ചലിപ്പിക്കണം. അങ്ങനെ കുറച്ച് പ്രൈമറി ടെസ്റ്റ് ഡോക്ടർ തേയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വെരി ഗുഡ്. തേക്ക് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ഓർമ്മയുണ്ടല്ലോ. എങ്ങനെ ഇവിടെ എത്തി, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഓർമ്മയുണ്ട് ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല തേയ, യു ആർ കംപ്ലീറ്റ്ലി ഫൈൻ. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ റൂമിലേക്ക് മാറ്റാം. ഓക്കെ ഡോക്ടർ. പിന്നെ എന്റെ തന്റെ ഹസ്ബൻഡ് ഇന്നലെ രാത്രി തൊട്ട് ഇവിടെയുണ്ട്. തനിക്ക് ബോധം വന്ന കാര്യം ഞാൻ ഇതുവരെ അറിയിച്ചില്ല. ആദ്യം തന്നെ വന്ന് കണ്ട് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് കരുതി. എന്തായാലും ഞാൻ പോയി പറയാം. യു ടേക്ക് റെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. തേയോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഡോക്ടർ നേരെ ക്യാബിനിലേക്ക് പോയി. ഒരു നഴ്സിനെ പറഞ്ഞുവിട്ട് ജിമിനെ വിളിപ്പിച്ചു. ഡോക്ടറിനെ കാണാൻ ബെഞ്ചമിനും ജൂണും ജിമ്മിന്റെ ഒപ്പം ചെന്നു. ആ, എത്തിയോ? ഇരിക്കി. എന്താ ഡോക്ടർ, തേക്ക് എന്തെങ്കിലും? താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ ജിമിനെ. തേക്ക് ഒരു പ്രശ്നവുമില്ല. തേക്ക് ബോധം വന്നു. സത്യമാണോ ഡോക്ടർ? അതേടോ, ഒരു 30 മിനിറ്റായി കാണും. ഞാൻ നേരെ പോയി തേയെ കണ്ടു. അത്യാവശ്യം ടെസ്റ്റ് ഒക്കെ നടത്തി. ഷീ ഈസ് ഓൾ ഗുഡ്. പേടിക്കത്തക്കതായ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. 1 മണിക്കൂറിനുള്ളിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. താങ്ക് ഗോഡ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ കടമയാടോ.
പിന്നെ തേക്ക് ചെറിയ തലവേദന കാണും. മാറാൻ ഒരാഴ്ച എടുക്കും. ഞാൻ മരുന്ന് എഴുതുന്നുണ്ട്. മിക്കവാറും നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ പോയിക്കോ. തേയെ ഉടനെ റൂമിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും അവർ 3 പേരും പുറത്തിറങ്ങി. ജിമിനെ, ഞാനെങ്കിൽ വീട്ടിലേക്ക് പോവാ. തേയുടെ കാര്യം ഞാൻ അറിയിച്ചോളാം. ബെഞ്ചമിൻ, നീ വരുന്നുണ്ടോ? ഇല്ലടാ, നീ പോയിക്കോ. ഞാനിവിടെ സ്ഥിരം നിൽക്കുന്നിടത്ത് റൂം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ വന്ന ശരിയാവില്ല. നീ വിട്ടോ. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങുവാ. ശരിടാ. അങ്ങനെ ജൂണും അവിടെ നിന്ന് പോയി. ജിമിനും ബെഞ്ചമിനും റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ തേയുമായി നഴ്സുമാർ റൂമിലേക്ക് വന്നു. അവളെ ബെഡിൽ കിടത്തി. തേയെ കണ്ട ഉടനെ ജിമിൻ അവളുടെ അടുത്ത് ചെന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുള്ളി. ഒക്കെ സംഭവിച്ചു കിടക്കുമ്പോ വീട്ടിൽ ആരെങ്കിലും അറിയിക്കണ്ടേ? അതാ. എങ്ങനെയുണ്ടടി നിനക്ക്? ബെഞ്ചമിൻ തേയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇപ്പൊ കുഴപ്പമില്ല അച്ചായ. വീട്ടിൽ ഡാഡിക്കും മമ്മിക്കും എന്തെങ്കിലും അറിയോ? ഇല്ല, ഞാൻ അവരെ ഒന്നും അറിയിച്ചിട്ടില്ല. നീ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എന്താ എന്നോടൊരു വാക്കുപോലും പറയാതിരുന്നത്? അത് പിന്നെ വെറുതെ എന്തിനാ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് കരുതി. അതാ. എന്തായാലും നടന്നതൊക്കെ നടന്നു. ഇനി സത്യം പുറത്തു കൊണ്ടുവരണം. നീ പറഞ്ഞ പോലെ ജേക്കിന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് കൃത്യമായി സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം. അതെ ചായ, അതിപ്പോ എന്റെ കൂടെ ആവശ്യ. എന്നോട് ജേക്കിന് ഇത്രമാത്രം വെറുപ്പുണ്ടാവാൻ തക്കതായി അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് അറിയണം. എല്ലാം നമുക്ക് നാളെ സംസാരിക്കാം. നീ എന്തായാലും റെസ്റ്റ് എടുക്ക്. ഞാൻ എനിക്ക് ഇറങ്ങുവാ. നാളെ രാവിലെ എത്താം. ശരി. ശരി അച്ചായ. ഓക്കേടാ, പോയിട്ട് വാ. നാളെ കാണാം. ബെഞ്ചമിൻ അങ്ങനെ അവിടെ നിന്നും പോയി. റൂമിൽ ജിമിനും തേയയും മാത്രമായി. ജിമിൻ തേയയ്ക്ക് ഫുഡ് വാരിക്കൊടുത്തു, മരുന്ന് കൊടുത്തു, അവളെ വാഷ്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്നത് പോലെ ജിമിൻ തേയെ പരിപാലിച്ചു. അവസാനം അവളെ കട്ടിലിൽ കിടത്തി ഉറങ്ങാൻ വേണ്ടി ലൈറ്റ് അണച്ചു. റൂമിൽ 0 വോൾട്ട് ബൾബ് മാത്രം കത്തി നിന്നു. ശരി, നീ ഉറങ്ങിക്കോ. ഇച്ചായൻ എവിടെ പോവാ? ഞാൻ ദേ ആ ബെഡിൽ കിടക്കാൻ പോവാ. ഇച്ചായൻ എന്റെ കൂടെ ഇവിടെ കിടന്നാ മതി. അത് വേണ്ട തേയാ, നിനക്ക് അൺകംഫർട്ടബിൾ ആവും. അങ്ങനെയൊന്നുമില്ല. ദേ, ഞാൻ നീങ്ങിയപ്പോ തന്നെ ഇത്രയും സ്പേസ് വന്നു. ഇത് 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. എന്റെ കൂടെ കിടന്നാ മതി. ശരി ശരി, ഞാൻ കിടക്കാം. ജിമിൻ അങ്ങനെ തേയോടൊപ്പം ബെഡിൽ അവളോട് ചേർന്ന് കിടന്നു. തേയ അവന്റെ നെഞ്ചിൽ തല ചായ്ച്ച് ജിമിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഗുഡ് നൈറ്റ് ഇച്ചായ. ഗുഡ് നൈറ്റ് തേയ.